ഗുഡ് മോർണിംഗ്, ഏവർക്കും സ്റ്റഡി നിഫ്റ്റി മലയാളത്തിൻ്റെ ഡെയിലി മാർക്കറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ന് ജൂൺ 8 തിങ്കളാഴ്ചയാണ്. ഇന്നിപ്പോൾ ഓപ്പൺ ചെയ്തിരിക്കുന്ന ഏഷ്യൻ വിപണികളെല്ലാം വലിയ തോതിൽ തന്നെ ഇടിവിലാണ്. ലോകം ഉറ്റുനോക്കുന്നതിനിടെ ഇറാൻ ഇസ്രായേലിലേക്ക് മിസൈലുകൾ തൊടുത്തുവിടുന്നുവെന്ന റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു. അമേരിക്കൻ നാവിക ഉപരോധവും ലെബനനുമായി ബന്ധപ്പെട്ട കരാർ ലംഘനവുമാണ് വെടിനിർത്തൽ കരാറിന്റെ ലംഘനമെന്ന് ഇറാനിയൻ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാബർ ഖാലിബാഫ് ആരോപിച്ചു. ഈ മുന്നറിയിപ്പിന് പിന്നാലെയാണ് ഇറാൻ മിസൈൽ ആക്രമണം നടത്തിയിരിക്കുന്നത്. ഇപ്പോൾ ഓപ്പൺ ചെയ്തിരിക്കുന്ന ഏഷ്യൻ മാർക്കറ്റുകളിൽ കോസ്പി മാർക്കറ്റ് വലിയ ഇടിവിലേക്ക് പോയതാണ്. ഇപ്പോൾ അതിൽ നിന്നും ഒരു ചെറിയ റിക്കവറി വന്നിട്ടുണ്ട്. തുടക്കത്തിൽ ഏകദേശം 9% ഇടിവിലായിരുന്നു കോസ്പി മാർക്കറ്റ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ 5% ഇടിവിലാണ് ട്രേഡ് ചെയ്യുന്നത്. ജപ്പാൻ മാർക്കറ്റ് നിക്കി 3% ഇടിവിലും ട്രേഡ് ചെയ്യുന്നു. ഇനി ഗിഫ്റ്റ് നിഫ്റ്റി ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് 23,118 എന്ന നിലയിൽ 333 പോയിന്റ്സ് ഇടിഞ്ഞാണ്. ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ് 50 മിനിറ്റ് ആണ്. ഇപ്പോഴത്തെ ഒരു നില വെച്ച് 340 പോയിന്റ്സിൻ്റെയൊക്കെ ഒരു വലിയ ഗ്യാപ് ഡൗൺ ഓപ്പണിങ്ങിനാണ് ഇന്ന് ഇന്ത്യൻ വിപണിയിൽ നമുക്ക് സാധ്യത കാണുന്നത്. ഏതായാലും ഇന്ന് വലിയൊരു ബ്ലഡ് ബാത്ത് തന്നെയായിരിക്കും ഇന്ത്യൻ വിപണിയിലും കൂടാതെ മറ്റ് ഏഷ്യൻ വിപണികളിലും നടക്കാനിരിക്കുന്നത്. ഇനി നിഫ്റ്റിയുടെ കഴിഞ്ഞ ആഴ്ചയിലെ പെർഫോമൻസ് നോക്കിക്കഴിഞ്ഞാൽ ഇടിവ് തന്നെയായിരുന്നു. തുടർച്ചയായിട്ടുള്ള രണ്ടാമത്തെ ആഴ്ചയിൽ നിഫ്റ്റി ഇടിയുകയുണ്ടായി. കൂടുതൽ ഇടിവ് രേഖപ്പെടുത്തിയ സെക്ടർ FMCG ആയിരുന്നു. ഇനി ഈ വീക്കെൻഡിലേക്ക് വന്നു കഴിഞ്ഞാൽ Q4 GDP ഡാറ്റ പുറത്തു വരുന്നു. മികച്ച ഡാറ്റ തന്നെയായിരുന്നു. അതുകൂടാതെ ഏറ്റവും പ്രധാനപ്പെട്ട RBIയുടെ MPC മീറ്റിംഗ് ഡിസിഷൻ കഴിഞ്ഞിരിക്കുന്നു. RBI റിപ്പോ നിരക്കിൽ മാറ്റം വരുത്തിയിട്ടില്ല. ആദ്യം നമുക്ക് RBIയുടെ MPC മീറ്റിംഗ് ഡിസിഷനെ കുറിച്ച് തന്നെ സംസാരിക്കാം. ആഗോള അനിശ്ചിതത്വങ്ങളും വർദ്ധിച്ചു വരുന്ന പണപ്പെരുപ്പ സമ്മർദ്ദങ്ങളും കണക്കിലെടുത്ത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ റിപ്പോ നിരക്ക് 5.25 എന്ന നിരക്കിൽ തന്നെ നിലനിർത്തി. കൂടാതെ ഭാവി നയങ്ങളെക്കുറിച്ച് ഒരു ന്യൂട്രൽ നിലപാടും തുടരുന്നതാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. RBIയുടെ മുന്നിലുള്ള പ്രധാനപ്പെട്ട ആശങ്കകൾ ആദ്യം പറയാം. പശ്ചിമേഷ്യയിലെ സംഘർഷം എത്ര കാലം നീളും എന്നതിലുള്ള അനിശ്ചിതത്വം, ആഗോള വിതരണ ശൃംഖല തടസ്സപ്പെടാനുള്ള സാധ്യത, സാധാരണയിൽ കുറവുള്ള തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ സാധ്യത, എൽ നീനോ പ്രതിഭാസം തുടങ്ങിയവയ്ക്ക് ഭീഷണിയായിട്ട് തുടരുകയാണ്. ഇനി GDP വളർച്ച പ്രവചനം കുറച്ചത് ഒരു നെഗറ്റീവായിട്ടുള്ള കാര്യമാണ്. കുറയ്ക്കാതെ വയ്യ എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കാരണം RBI 2026-27 സാമ്പത്തിക വർഷത്തിലേക്കുള്ള ഇന്ത്യയുടെ വളർച്ചാ നിരക്ക് 6.9% നിന്ന് 6.6% കുറച്ചിരിക്കുന്നു. ഇതിൻ്റെ കാരണം നമുക്ക് അറിയുന്നത് പോലെ തന്നെ ഉയർന്ന ക്രൂഡ് ഓയിൽ വില, ആഗോള സംഘർഷങ്ങൾ, വിതരണ ശൃംഖലയിലെ തടസ്സങ്ങൾ ഇതൊക്കെ തന്നെയാണ്. ഇനി ഇൻഫ്ലേഷനെ കുറിച്ചുള്ള പ്രവചനവും ഉയർത്തുകയുണ്ടായി. 2026-27 വർഷത്തിലേക്കുള്ള CPI ഇൻഫ്ലേഷൻ പ്രവചനം 4.6% നിന്ന് 5.1% ഉയർത്തിയിരിക്കുന്നു. ഏതായാലും വെസ്റ്റ് ഏഷ്യൻ വാറുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിലെ ഇൻഫ്ലേഷൻ വർദ്ധിച്ചു വരികയാണ്. അതിനിടയിൽ മറ്റൊരു റിപ്പോർട്ട് കൂടി ഇപ്പോൾ വരുന്നത് പെട്രോൾ ഡീസൽ വിലയിൽ 5 രൂപയുടെ വർധനവ് വരാനുള്ള ഒരു സാധ്യതയുണ്ട്. അതിന് കാരണമായി പറയുന്നത് സർക്കാർ എണ്ണ വിപണിയിലെ കമ്പനികളായിട്ടുള്ള ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ, ഭാരത് പെട്രോളിയം, ഹിന്ദുസ്ഥാൻ പെട്രോളിയം എന്നിവയ്ക്ക് ദിവസേന ഏകദേശം 610 കോടി രൂപയുടെ നഷ്ടം സംഭവിക്കുന്നു എന്ന റിപ്പോർട്ടിനെ തുടർന്നാണ് ഒരുപക്ഷെ 5 രൂപ വരെ വർദ്ധിപ്പിക്കാനുള്ള ഒരു സാധ്യതയുണ്ട് എന്നുള്ള രീതിയിലുള്ള വാർത്തകൾ പുറത്തു വരുന്നത്. ഏതായാലും വീണ്ടും ഇൻഫ്ലേഷൻ ഉയരും എന്നുള്ള ആശങ്കകൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ ഫിനാൻഷ്യൽ ഇയർ 2026 4ാം പാദത്തിൽ 7.8% വളർച്ച രേഖപ്പെടുത്തി. സേവന മേഖലയും നിർമ്മാണ മേഖലയും ശക്തമായിട്ടുള്ള വളർച്ചയാണ് കാഴ്ചവെച്ചത്. ഏതായാലും വരുന്ന ക്വാർട്ടറുകളിലെ പ്രകടനം വളരെ നിർണായകം തന്നെയായിരിക്കും. US മാർക്കറ്റുകളിലേക്ക് ചിപ്പ് സ്റ്റോക്കുകളിലും ടെക് റിലേറ്റഡ് ആയിട്ടുള്ള സ്റ്റോക്കുകളിലും വലിയ ഇടിവ് കണ്ടതോടെ US മാർക്കറ്റുകൾ വലിയ രീതിയിൽ തന്നെ വെള്ളിയാഴ്ച ഇടിയുകയുണ്ടായി. പ്രത്യേകിച്ച് നാസ്ഡാക്ക് ആണ് 4% ഇടിവ് രേഖപ്പെടുത്തിയത്. S&P 500 2.64% ഇടിഞ്ഞു. ഡൗ ജോൺസ് 1.35% ഇടിവുമുണ്ടാക്കി. 9 ആഴ്ചത്തെ നേട്ടത്തിന് ശേഷം US മാർക്കറ്റുകൾ ഒരു കനത്ത ഇടിവിലേക്ക് പോയ ആഴ്ചയുമായിരുന്നു. US ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികളുടെ പ്രകടനം നോക്കാം. ആദ്യം ഇൻഫോസിസ് 1.35% ഇടിഞ്ഞു. വിപ്രോ 1.45% നേട്ടമുണ്ടാക്കി. ബാങ്കിങ് സൈഡിൽ HDFC ബാങ്ക് 2.5% ഇടിഞ്ഞപ്പോൾ ICICI ബാങ്ക് 0.54% ഇടിവാണ് ഉണ്ടാക്കിയത്. ഡോക്ടർ റെഡ്ഡി ലബോറട്ടറീസ് ഒരു മ്യൂട്ടഡ് അവസ്ഥയിലും ക്ലോസ് ചെയ്തു. മറ്റ് അസറ്റ് ക്ലാസുകളിലേക്ക് വരാം. ഇറാൻ ഇസ്രായേലിലേക്ക് മിസൈൽ ആക്രമണം നടത്തിയതോടെ ഇന്നിപ്പോൾ ഓപ്പൺ ചെയ്തിരിക്കുന്ന ഓയിൽ പ്രൈസുകളിൽ ബ്രന്റ് ഫ്യൂച്ചേഴ്സ് 2% നേട്ടത്തിലാണ് ട്രേഡ് ചെയ്യുന്നത്. $95 പെർ ബാരൽ എന്ന നിലയിലാണ് ഇപ്പോൾ ബ്രന്റ് ഫ്യൂച്ചേഴ്സ് ഉള്ളത്. ഇനി സ്പോട്ട് ഗോൾഡ് 0.2% ഇടിവിലാണ് ഇന്ന് ട്രേഡ് ചെയ്യുന്നത്. കേരളത്തിലെ ഗോൾഡ് പ്രൈസ് ഇന്നലെ പവന് 1,12,000 എന്ന നിലയിലാണ് ഈ മാസത്തെ ഏറ്റവും
കുറഞ്ഞ നിരക്ക് കൂടിയാണത്. ബിറ്റ് കോയിനിലേക്ക് വന്നാൽ ഇന്ന് 4% നേട്ടത്തിലാണെങ്കിലും ഒക്ടോബർ 2024 ശേഷം ഇതാദ്യമായി ബിറ്റ് കോയിൻ 60,000 എന്ന മാർക്ക് ബ്രേക്ക് ചെയ്തിരിക്കുന്നു. ഇതൊക്കെയാണ് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളായിട്ട് നമുക്ക് സൂചിപ്പിക്കാനുള്ളത്. ഇനി നമ്മുടെ വീഡിയോ ആരെങ്കിലും ലൈക്ക് ചെയ്യാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ആ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തതായി പ്രധാനപ്പെട്ട കുറച്ച് സ്റ്റോക്ക് ന്യൂസുകൾ നോക്കാം. ആദ്യം HG ഇൻഫ്ര എഞ്ചിനീയറിംഗ് എന്ന കമ്പനി ഉത്തർപ്രദേശിലെ ഗംഗ എക്സ്പ്രസ് വേ EPC പദ്ധതിക്കായി 4,971 കോടി രൂപ മൂല്യമുള്ള പ്രൊജക്ടിൻ്റെ പ്രൊവിഷണൽ കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് കമ്പനിക്ക് ലഭിച്ചു. അടുത്തതായി വലിയ ഒരു വർക്ക് ഓർഡർ ലഭിച്ച ഒരു കമ്പനിയെ സംബന്ധിച്ചിട്ടുള്ള കാര്യമാണ്. അതിനു മുന്നേ ആയി ആർക്കെങ്കിലും നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ബിഗിനേഴ്സിനായിട്ടുള്ള ബേസിക് കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ തൊട്ട് മുകളിൽ നമ്മൾ കൊടുത്തിരിക്കുന്ന ആ വാട്സാപ്പ് നമ്പറിൽ ഒന്ന് മെസ്സേജ് അയച്ച് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ബിഗിനേഴ്സിന് മുതൽ എല്ലാവർക്കും പഠിക്കാൻ കഴിയുന്ന ധാരാളം കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ക്ലാസ്സുകളാണ്. ആർക്കെങ്കിലും ജോയിൻ ചെയ്യണമെങ്കിൽ ഇപ്പോൾ തന്നെ മെസ്സേജ് അയയ്ക്കുക. ഇനി നമ്മൾ പറഞ്ഞതുപോലെ ആ വലിയ വർക്ക് ഓർഡർ ലഭിച്ചത് ക്രിയേറ്റീവ് ന്യൂടെക് എന്ന കമ്പനിയാണ്. BSNLന്റെ ഒഡീഷ്യ ഭാരത് നെറ്റ് മിഡിൽ മൈൽ നെറ്റ്വർക്ക് പദ്ധതിക്കായി 3,194.83 കോടി രൂപ മൂല്യമുള്ള വർക്ക് ഓർഡർ കമ്പനിക്ക് ലഭിച്ചിരിക്കുന്നു. അടുത്ത EMS എന്ന കമ്പനിയാണ്. വാരണാസിയിലെ UP ജൽ നിഗം പദ്ധതിയിൽ 102.8 കോടി രൂപ മൂല്യമുള്ള നിർമ്മാണ ജോലി ലോവർ ബിഡറായി കമ്പനിയെ തിരഞ്ഞെടുത്തു. മറ്റൊരു കമ്പനി അലംബിക് ഫാർമസ്യൂട്ടിക്കൽസ് ആണ്. കാനഡയിലെ പുതിയ ഫാർമ കമ്പനിയിൽ 45% ഓഹരികൾ സ്വന്തമാക്കാൻ കരാർ ഒപ്പുവെച്ചു. അടുത്തതായി അലൈഡ് ബ്ലെൻഡേഴ്സ് ആൻഡ് ഡിസ്റ്റിലറീസ് എന്ന കമ്പനി MD അലോക് ഗുപ്ത രാജിവെച്ചിരിക്കുന്നു. ജൂൺ 1 മുതൽ അമർ സിൻഹ പുതിയ MD ആയി ചുമതലയേറ്റു. അടുത്തത് സി എൻ്റർടൈൻമെൻറ്റുമായി ബന്ധപ്പെട്ട മറ്റൊരു വാർത്തയാണ്. ഓഹരിയിലൂടെയോ മറ്റ് സെക്യൂരിറ്റികളിലൂടെയോ ഫണ്ട് സമാഹരിക്കുന്നത് പരിഗണിക്കാൻ ജൂൺ 10 ബോർഡ് യോഗം ചേരും. അടുത്തത് ഹിന്ദുസ്ഥാൻ സിങ്ക് എന്ന കമ്പനിയാണ്. രാജസ്ഥാനിൽ 250 ഹെക്ടർ പരിസ്ഥിതി പുനരുദ്ധാരണ പദ്ധതിക്കായി ടെറിയുമായി ഒരു MOU കമ്പനി ഒപ്പുവെച്ചു. അടുത്തതായി FID ആക്ടിവിറ്റിയിലേക്കാണ്. FIs 8,776 കോടി രൂപയുടെ വലിയ സെല്ലിംഗ് ആണ് വെള്ളിയാഴ്ച നടത്തിയത്. DIs ആവട്ടെ 9,134 കോടി രൂപയ്ക്ക് ബൈ ചെയ്തു. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് വാർത്തകൾ ഏറ്റവും ഓതറൈസ്ഡ് ആയിട്ടുള്ള സൈറ്റുകളായ മണി കൺട്രോൾ, മിൻറ്റ്, റോയിറ്റേഴ്സ്, CNBC, ഫിനാൻഷ്യൽ എക്സ്പ്രസ് തുടങ്ങിയ മാധ്യമങ്ങളിലാണ് എടുത്തിരിക്കുന്നത്. മറ്റുള്ളവയെല്ലാം നമ്മുടെ വ്യൂസ് മാത്രമാണ്, ഒരിക്കലും റെക്കമെൻഡേഷൻ അല്ല. നിങ്ങളുടെ എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി മാത്രമാണ് ഷെയർ ചെയ്യുന്നത്. ഏതായാലും എല്ലാ ദിവസവും വൈകുന്നേരം 7 മണിക്കുള്ള പോസ്റ്റ് മാർക്കറ്റ് വീഡിയോയും കൂടാതെ രാവിലെയുള്ള പ്രീ മാർക്കറ്റ് വീഡിയോയും ആരും മിസ്സാക്കാതിരിക്കുക. ഒത്തിരിയേറെ പ്രധാനപ്പെട്ട കണ്ടൻസ് നമ്മൾ കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട്. എങ്കിൽ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ പൂർത്തിയാവുന്നു. ഏവർക്കും നന്ദി.